ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു നാടൻ കോഴിക്കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ചേറെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. ചിലർ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെളിച്ചെണ്ണയാണെന്ന്. കുറച്ചേറെ ഒഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ലാസ്റ്റ് കടുകൊക്കെ സെപ്പറേറ്റ് വറുത്ത് ഒഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്രയും ചേർക്കേണ്ടതില്ല. ഞാനെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. കുറച്ചേറെ തേങ്ങാക്കൊത്ത് ചേർക്കുക. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ തേങ്ങാക്കൊത്ത് കിടക്കുന്നത് നല്ല ടേസ്റ്റുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് മൂത്ത് കിട്ടാൻ സഹായിക്കും, ഒരു കളറൊക്കെ മാറി കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഒരു പരുവാവുന്നതല്ല യഥാർത്ഥത്തിൽ മൂത്ത് വരുന്ന ഒരു പരുവെന്ന് പറയുന്നത്. കുറച്ചും കൂടി ബ്രൗൺ ആവണം. കുറച്ചും കൂടി ബ്രൗൺ ആയാൽ മാത്രമേ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ. ഈ ഒരു പരുവം. ഈ ഒരു സമയം കുറച്ച് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് അതിൽ തന്നെ കിടക്കട്ടെ. അതിലേക്ക് കുറച്ച് സവാളയും 2 പച്ചമുളകും ചേർത്ത് നല്ല പോലെ അങ്ങ് മുരിച്ചെടുക്കുക. മുരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പിച്ചെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഈ ഒരു സമയം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അങ്ങനെ ചെയ്താൽ വഴണ്ട് കിട്ടുമെന്ന്. പിന്നെ ഈ സമയം ഞാൻ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കുന്നത് കേട്ടോ. എണ്ണ നല്ലോണം തിളച്ച് കിടക്കുന്ന ടൈം ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴവാനും കുറച്ച് കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളർ ആവാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ ഈ സമയം ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലപോലെ ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വെന്ത് വഴണ്ട് അതുമായിട്ടൊന്ന് മിക്സായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആ ചിക്കൻ ആ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ സഹായിക്കും കേട്ടോ. ചിക്കന് ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു ഫ്രഷ് ഫ്ലേവർ കിട്ടും. മാത്രമല്ല അത്യാവശ്യം എരിയും കാണും ഈ സമയം ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് വേണം ബാക്കി നമ്മൾ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ, ബാക്കിയെല്ലാം ടീസ്പൂൺ തന്നെ കേട്ടോ. 1 സ്പൂണെന്ന് പറഞ്ഞാലും ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയതാ ഈ ഒരു കളറാവണം. ഈ ഒരു കളറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ചിക്കൻ ഇതിൽ നല്ലപോലെ ഇളക്കി പിടിപ്പിച്ചെടുക്കണം. മൊത്തത്തിൽ അതൊന്ന് മിക്സായി ചിക്കനിലേക്ക് അതെല്ലാം ഒന്ന് ആയി വരണം. അപ്പം ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ 2 കിലോ ചിക്കൻ വാങ്ങിച്ചാൽ അതിൻ്റെ പപ്പും കൂടെയെല്ലാം പോയി കഴിയുമ്പോൾ 1.5 കിലോ കാണത്തുള്ളല്ലോ. അപ്പം ഞാനൊരു ഏകദേശം അളവാണ് കേട്ടോ പറഞ്ഞത്. ഇതെല്ലാം നല്ലോണം ഇളക്കി ഒന്ന് വൃത്തിയായി വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മെയിൻ സാധനം കുമ്പളങ്ങ തന്നെയാണ്. കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന പോലെയാണ്, നല്ല നെയ് പീസ് പോലെ ഇരിക്കും. ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെന്ത് വരണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇതിന് അത്യാവശ്യം എരി ഉണ്ടായിരുന്നു ഇഞ്ചിയുടെയൊക്കെ, അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ബൈ.